ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത പരീക്ഷ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. നിങ്ങൾ ഷുവർ കോഴ്സ് സീരീസ് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാൻ, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്റേഴ്സിന് എന്തായാലും ഷുവറായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അതങ്ങ് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് പോവുക, അങ്ങ് എഴുതുക, പാസ് ആവും കേട്ടോ. ആദ്യ ചോദ്യം ഇതാണ് മക്കളെ. റൈറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നെല്ലാം എന്താണ് ശരിക്കും നമ്മുടെ പ്ലാനിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഒരുപാട് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവരുന്നുണ്ട്, പ്ലാനിങ്ങിന്റെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇതിനൊക്കെ എന്തിനാണ് നമ്മളൊക്കെ ചെയ്യുന്നത്? ചോദിക്കാം എക്സാമിന് ഒരു 3 മാർക്കിന് ചോദ്യമായിട്ട് 4 മാർക്കിന് ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ടത്? ഈ 4 കാര്യങ്ങൾ ഒന്നെന്താ? ഒന്ന് ഇക്വിറ്റി, എന്താ നീതി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത അല്ലെ, സ്വയം പര്യാപ്തത, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാകാൻ സാധിക്കും, സ്വയം പര്യാപ്തത അല്ലെ. അതുപോലെ തന്നെ എന്താ, പിന്നെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, ആധുനികവൽക്കരണം വേണം. അതുപോലെ എന്താണ്, ഗ്രോത്ത്, വളർച്ച. ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഈ 4 കാര്യങ്ങളാണ് എന്ത്, ദ പ്ലാനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിങ്. അപ്പൊ കൃത്യമായി പഠിച്ചു വെക്കുക. എന്താണ് പ്ലാനിങ്, ആസൂത്രണ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഈ 4 കാര്യം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഘടന വിശദീകരിക്കുക. അത് നീതി ആയോഗ് 2 രീതിയിൽ ചോദിക്കും. ഒന്ന് ഘടനയെ പറ്റി ചോദിക്കും, നീതി ആയോഗിന്റെ ഒബ്ജക്റ്റിനെ പറ്റി ചോദിക്കും. എന്താ ഘടന, നീതി ആയോഗിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാ? നമുക്കറിയാം, ഒരു ചെയർമാൻ ഉണ്ടല്ലോ, അതല്ലേ ചെയർമാൻ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ ചെയർമാൻ. അതാണ് ഒന്നാമത്തെ ഘടന. രണ്ടാമതോ ഒരു ഗവർണിംഗ് കൗൺസിലാണ്, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് അതിലുണ്ടായിരിക്കും. അതുപോലെ എന്താണ്, പിന്നെ ഓരോ യൂണിയൻ മന്ത്രിമാർ അതിലുണ്ടായിരിക്കും. വൈസ് ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ആൾ വൈസ് ചെയർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനെയും ഫിനാൻഷ്യൽ മന്ത്രിമാർ അതിലുണ്ടായിരിക്കും, സാമ്പത്തിക മന്ത്രിമാരുണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു സ്ട്രക്ചറാണ് ശരിക്കും എന്താ നീതി ആയോഗിന്റെ സ്ട്രക്ചർ, ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രധാന ലക്ഷ്യം എന്താ? വേണ്ട പ്ലാനിങ്, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനിങ് പരിപാടികൾ, സാമ്പത്തികമായ പ്ലാനിങ് പരിപാടികൾ, മറ്റെല്ലാ പ്ലാനിങ്ങും തീരുമാനിക്കുകയാണ് ആരുടെ മെയിൻ ലക്ഷ്യം? നീതി ആയോഗിന്റെ ലക്ഷ്യം. നീതിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് NITI, നീതിയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. റെഡി? ഇതേ സെയിം ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യത, ഇതിൽ രണ്ടെങ്കിലും ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കേട്ടോ. ഒന്നെങ്കിൽ എന്തായാലും ചോദിക്കുക, എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്താ, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ? ടു bring down the government participation in the industrial and service sector. എന്താണ്? ആൻഡ് വ്യാവസായിക സേവന മേഖലയിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. സമ്മിശ്ര കൃഷിയുടെ കാർഷിക ഉൽപാദനം മെച്ചപ്പെടുത്തുക. ആൻഡ് ടു യൂട്ടിലൈസ് ദ സർവീസ് ഓഫ് ഡോമിനന്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. ടു മേക്ക് യൂസ് ഓഫ് ദ സർവീസ് നോൺ റെസിഡൻസ് ഇന്ത്യൻ ടു economic and technological growth, and to convert the cities into secure living center using the modernization technology to equip the nation to face global transformation and market force. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്കോണമി അങ്ങ് മാറ്റിമറിക്കുക അല്ലെ. സാമ്പത്തികവും ശാസ്ത്രീയമായ വളർച്ചയ്ക്കായി പ്രവാസികൾ ഇന്ത്യക്കാരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗരങ്ങളെ സുരക്ഷിതമായ ജീവിത കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള പരിവർത്തനത്തെയും വിപണി ശക്തിയെയും നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കുക. അതായത് എക്കോണമിയെ മൊത്തം മാറ്റുക അല്ലെ. എക്കോണമിയെ ഉഷാറാക്കി മാറ്റിയിട്ട് നല്ലൊരു എക്കോണമിയാക്കി മാറ്റലാണ് ആ ലക്ഷ്യം, നീതി ആയോഗിന്റെ ലക്ഷ്യം. ആ നീതിയുടെ ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫോം ചെയ്യുക. നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയും സമ്പദ് വ്യവസ്ഥയും ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ്. പഠിച്ചു വെക്കുക. റെഡി? അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ മെൻഷൻ ഇൻ 3 അച്ചീവ്മെന്റ്സ്. എന്താണ് മക്കളെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 1960 ഇന്ത്യയിൽ വലിയ ഫുഡ് ഷോർട്ടേജ് എന്ന സമയത്ത് അത് നികത്താനായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ശരിക്കും വന്നത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. നോക്കി നിങ്ങൾ, ഗ്രീൻ റവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദ യൂസ് ഓഫ് ഹൈ yielding variety seeds, improved irrigation, fertilizers, insecticides and agriculture, financed a lower interest rate. എക്സാമിന് ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ചോദ്യമാണ്. കൃത്യമായി ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. റെഡി? എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അതുപോലെ ജലസേചനങ്ങൾ, വളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക ധനസഹായം എല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി, ഉൽപാദനം ഉണ്ടാക്കിയതാണ് ശരിക്കും എന്താ ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഭക്ഷ്യോൽപാദനത്തിൽ നമുക്ക് വർധനവ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു അല്ലെ. ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ എസ്പെഷ്യലി വീറ്റ് ആൻഡ് റൈസ് ആൻഡ് ഡിപെൻഡന്റ് ഓഫ് ഫോറിനേഴ്സ് ആൻഡ് അച്ചീവ്മെന്റ് സെൽഫ് സഫിഷ്യൻസി അല്ലെ. എന്നാൽ വിദേശികളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. സ്വയം പര്യാപ്ത സഫിഷ്യൻസി നേടാൻ വേണ്ടി സാധിച്ചു. ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിച്ചു അല്ലെ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്ത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് 3 ടയർ സിസ്റ്റം ഇൻ പഞ്ചായത്ത് ഇൻ ലോക്കൽ ഗവൺമെന്റ്. തദ്ദേശ സ്വയംഭരണത്തിൽ പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പങ്ക് വ്യക്തമാക്കാനുള്ള ചോദ്യമാണ്. എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ 1, ഒന്നാമത്തെ കാര്യം എന്താ? ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. അതുപോലെ തന്നെ
ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്തുണ്ട്. ഈ 3 പഞ്ചായത്തുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ. ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം എന്താ, ലോക്കൽ ഡെവലപ്മെന്റ് അല്ലെ, ഡിമാൻഡ് ഫോർ എന്താണ്, വളരെ സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഗ്രാമപഞ്ചായത്ത് അല്ലെ. എന്താണ്, ഗ്രാമസഭ ഉണ്ടായിരിക്കുക, അവിടെ ഗ്രാമസഭ വിളിച്ചിട്ടാണ് അവിടുത്തെ ഓരോ വേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. ഇനി ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലോ ഇപ്പോൾ ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിനും ഇടയിലുള്ള ഒരാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്താണോ, ജില്ലാ അടിസ്ഥാനത്തിൽ വേണ്ട പ്രധാനപ്പെട്ട എല്ലാ പ്ലാനിങ്ങുകളും ഇംപ്ലിമെന്റേഷനൊക്കെ നടത്തുന്ന ആരെ ലീഡർഷിപ്പിലാണ്, ജില്ലാ പഞ്ചായത്തിന്റെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, 3 ടയർ സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഡിസ്ട്രിക്ട് പഞ്ചായത്തിന്റെയും സവിശേഷതകൾ നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, ഈ ചാപ്റ്റേഴ്സിന് ഇത്രയും ചോദ്യം എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യത ഏറ്റവും വലിയ ചോദ്യമാണ്. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക. നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ താഴെ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളാണ് നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന നിഹാൽ സാർ നിഹാൽ പെർസ്പെക്റ്റീവ് 2 ഇൻസ്റ്റാ അക്കൗണ്ട്. അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഉഷാറാക്കി പഠിച്ചു വെക്കുക.